സോ ഹലോ ഹായ്, വെൽക്കം ബാക്ക്. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇല്ലടാ, അപ്പോൾ ഞാൻ 2-3 ദിവസമായിട്ട് വീഡിയോ ഇട്ടില്ല. ലൈക്ക് കുറച്ച് ബിസി ആയിരുന്നു. ഇല്ലടാ, ചുമ്മാ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ആയിരുന്നു. എല്ലാവരും ചില പണികൾ, പിന്നെ ഒരു മൂഡ് വേണ്ട, ഒരു സംസാരിക്കാനായിട്ടൊരു ഇത് വേണ്ട. ഞാൻ ഞാൻ ആലോചിക്കുന്നു വേണം വേണ്ടേ. പക്ഷേ നിങ്ങളുടെ റിവ്യൂസ് എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ആണ്ടാ, ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കണ്ടിട്ടുണ്ട് എൻ്റെ വീഡിയോസ് അല്ല വീഡിയോ. പക്ഷെ അവർ പറഞ്ഞു, അവർ നല്ല അഭിപ്രായം പറഞ്ഞപ്പോഴത്തേക്കും ഐ വാസ് സോ ഹാപ്പി. അവരുടെ ഭാഗത്ത് നല്ലൊരു അപ്ലോസ് ചെയ്ത് നമ്മളാ ലൈക്ക് ഇതാക്കി പറയുമ്പോൾ ഓക്കെ നല്ല പരിപാടിയാണ്, ഓക്കെ എന്നെ സംസാരിക്കേണ്ടിരിക്കണ്ട്. ശരിയെന്നാ. അപ്പം നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോവാം. ഇന്നത്തെ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ സ്കൂളിൽ ഞാൻ പ്രൗഡായൊരു ദിവസം, ലൈക്ക് ഹയർ സെക്കൻഡറി പഠിക്കുന്ന ടൈമിൽ എനിക്ക് പ്രൗഡായൊരു മൂമെൻ്റ് ഉണ്ട്. അത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്ക് ഇൻ 2023 ഐ ഗസ്, അല്ല 23 ആണെന്നോ എനിക്കറിഞ്ഞൂടാ, ഏതെങ്കിലും കൊല്ലോട്ടെ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ വോളിബോൾ കളിക്കാൻ നിൽക്കുന്നു. അപ്പോൾ വോളിബോൾ കളിക്കാനായിട്ട് എപ്പോഴും പോയിരുന്നില്ല. ആ ടൈമിൽ കുറച്ച് ക്രേസ് ആയിരുന്നു വോളിബോൾ. അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും പോക്കൊക്കെ ഉണ്ട്. അപ്പോൾ ട്രെയിനിങ്ങിന് ഇടയ്ക്കിടയ്ക്ക് പോവും. ഞാനപ്പോൾ എനിക്ക് ലൈക്ക് ശനി ഞായറും ഇത് ക്യാമ്പ് പോലെ വെച്ചിട്ടുണ്ടാവും. എല്ലാ പിള്ളേരെയും വിളിച്ചിട്ട് ലൈക്ക് ഞങ്ങൾക്ക് ക്യാമ്പ് പോലെ ഉണ്ടാവും. അല്ലാത്ത ടൈമാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ട്രെയിനിങ് സെഷൻസ് വരാറുണ്ട് സാറുമാർ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം എനിക്ക് ഇവിടെ എൻ്റെ സ്ഥലത്ത് നിന്ന് 2 പേരുണ്ടായി. അപ്പോൾ ഞങ്ങൾ അവിടെ ട്രെയിനിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ സൈക്കിളിൽ പോകണം. അപ്പോൾ ഞങ്ങൾ 3 പേരുണ്ട്, ഞാൻ ആരോമിലും സച്ചിനും, ഞങ്ങൾ 3 പേരുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോകുന്നു, സൈക്കിളൊക്കെ ഓടിച്ച് പോകുന്നു, ഞങ്ങൾ ചിരിച്ചും കളിച്ചൊക്കെ പോകുന്നു. അപ്പോൾ ഞങ്ങളുടെ മറ്റേ സ്കൂളിൻ്റെ അപ്പുറത്ത് തന്നെ ആയിട്ട് ഒരു തിയേറ്റർ ഉണ്ട്. ആ തിയേറ്ററിൻ്റെ അവിടെ വലിയ നല്ല മറ്റേ ആലാണോ മറ്റേ ചാഞ്ഞിട്ട് നിൽക്കില്ല, ഭംഗിയിൽ ഇങ്ങനെ ചാഞ്ഞിട്ട് ഇങ്ങനെ വിടർന്ന് നിൽക്കുമല്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പ് മരം ഉണ്ടാവും. നല്ല സുഖം കാണാനായിട്ടാ. അപ്പോൾ ആ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ബൗണ്ടറി തിയേറ്റർ ആണെങ്കിൽ ഈ ബൗണ്ടറി നമ്മുടെ സ്കൂളാണ്, ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ റോഡ് വരുന്നത്, മനസ്സിലായോ. അപ്പോൾ ഈ മരം ഇങ്ങനെ വളർന്ന് ലൈക്ക് പന്തലിച്ച് നിൽക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ ഇവരെന്ത് ചെയ്ത് ലൈക്ക് ഇങ്ങനെ ഇവിടേക്ക് ആയിട്ടാണ് പാർക്കും ഇതൊക്കെ ആയിട്ട് ചെയ്യണത്. അപ്പോൾ അങ്ങനെ പോകുന്ന ടൈമിൽ ഇങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ക്രോസ് ചെയ്യണ്ടേ, ഈ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സ്കൂളിലേക്ക് പറ്റും. ഞങ്ങൾ 3 പേരും കൂടി റോഡ് ക്രോസ് ചെയ്യണം, റോഡ് സൈക്കിളിൽ ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്ത് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ലൈക്ക് എന്തോ ഒരു ഒച്ച കിട്ടി, ഇങ്ങനെ ടിക് ടിക് എന്ന് പറഞ്ഞ് ഒരു മരം ഒടിയണ തൊട്ടത്തെ ഒരൊച്ച, മരം ഒടിയണേന്ന് ഒരൊച്ച കിട്ടി. പെട്ടെന്ന് എന്താ സംഭവം എന്ന് വെച്ച് ലൈക്ക് ഞങ്ങൾ തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ഈ മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിയേറ്ററുകാർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ വളർന്നിട്ട് ഈ സൈഡിലേക്ക് എന്ന് വെച്ചാൽ ഇപ്പം അവർക്ക് ഇങ്ങോട്ടേക്ക് ലൈക്ക് ഭയങ്കര വിചലിപ്പിച്ച് നിൽക്കുകയാണെങ്കിൽ ചവറ് അടിക്കാനായിട്ട് ലൈക്ക് ഭയങ്കര പാടാണ്, കുറേ ചവറ് വരും. ഇപ്പോഴത്തെ ആകുമ്പോൾ അങ്ങനെ സീനില്ല. എന്ന് വെച്ചാൽ റോഡിലേക്ക് വീണ് കഴിഞ്ഞാലും കാറ്റടിച്ച് ലൈക്ക് വണ്ടിയുടെ ഓരോ ഇതിൽ ആ സൈഡിലേക്ക് ആയിട്ട് പോയിക്കോളും. അപ്പോൾ അവർ ലൈക്ക് ആ സൈഡ് കട്ട് ചെയ്തിട്ട് ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ഒരു മരം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ബ്രാഞ്ചസ് വന്നത്. അപ്പോൾ ആ മരം വന്നിട്ട് ഈ ഭാഗം ബ്രാഞ്ചസ് ഇല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് വെയിറ്റ് കൂടും. അപ്പോൾ ഞങ്ങളിങ്ങനെ നിൽക്കേണ്ട, ഞാൻ ജസ്റ്റ് ഒരു ഇതിൽ പറഞ്ഞു അത് ഞങ്ങൾ നിൽക്കണം. അപ്പോൾ ആ ടൈമിൽ പെട്ടെന്ന് ഒച്ചയിട്ട് നോക്കിയപ്പോഴത്തേക്കും എന്തിട്ടാണ് മരം ഒടിയും, ലൈക്ക് ഇങ്ങനെ പതുക്കെ ക്രീക്ക് ഇങ്ങനെ ഒടിയില്ലേ, അതൊരു ഒടിയും. ഞാൻ ഇതിപ്പോൾ എന്താണോ നോക്കണ്ടാവാ. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു സ്കൂട്ടർ, ഡിയോ സ്കൂട്ടർ, കറുത്ത ഡിയോ, ബ്ലാക്ക് കളർ, ബ്ലാക്ക് ഗ്രേ അങ്ങനെ കളർ, അതിലൊരു ചേട്ടനും ഒരു ചേച്ചീനെ ഞാൻ കണ്ടു. ചേട്ടനും ചേച്ചി വന്നോണ്ടിരിക്കും, ഹെൽമെറ്റ് ഒക്കെ വെച്ച് വന്നോണ്ടിരിക്കും. ഞാൻ ചേട്ടാ വരല്ലേന്ന് പറഞ്ഞു. അങ്ങനെ 3 പേരുണ്ടായിരുന്നു, വരല്ലേന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ കേട്ടില്ല, സംഭവം കേട്ടില്ല. പുള്ളിക്കാരൻ നേരെ വന്ന് നിന്ന്, ഈ മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വലിയ മരമില്ലേ, നേരെ വന്ന് പുള്ളിക്കാരൻ മേറ്റേ കവർ ചെയ്ത് വീണ്. എന്ന് വെച്ചാൽ നമ്മ പ്രതീക്ഷിക്കണമല്ല. ഞാൻ പെട്ടെന്ന് ലൈക്ക് കണ്ടപ്പോൾ എന്താണ്ടും കൂട്ടായി പോയി. ഞാൻ എന്നിട്ട് അപ്പൊ തന്നെ സൈക്കിൾ, ഞങ്ങൾ 3 പേര് ആ ടൈമിൽ തന്നെ സൈക്കിൾ റോട്ടി എറിഞ്ഞിട്ട് അപ്പൊ തന്നെ ചാടി ഇറങ്ങി ഞങ്ങൾ നോക്കിയപ്പോ ഈ മരം ലൈക്ക് വീണെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ നേരത്തേക്ക് വലിയൊരു കഷ്ണം തടി പുള്ളിക്കാരൻ്റെ ഇവിടെ നടുവിൽ വീണിട്ട് ലൈക്ക് സ്കൂട്ടർ ഓടിക്കണമെങ്കിൽ അതിൻ്റെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. നമ്മുടെ ഈ വണ്ടി
വണ്ടിയുടെ കാല് വെക്കണ ഭാഗില് ആ ഗ്യാപ്പിലേക്ക് പുള്ളിക്കാരൻ ഇങ്ങനെ ഇരുന്ന് പോയേക്കുന്നു, മരം വീണിട്ട്. അതിനൊന്ന് എടുക്കാണെങ്കിൽ ഒരു കൊച്ചുണ്ട്. ഞാൻ എന്ത് ചെയ്ത് ആ കൊച്ചിനെ എടുത്തിട്ട് കൂട്ടാനെടുത്ത് അപ്പത്തേക്കും ആൾക്കാർ കൂടിയിട്ടാ. അപ്പത്തേക്കും കൊച്ചിനെ എടുത്ത് മാറ്റി. കൊച്ചി ഒരുമാതിരി എന്താ പറയാ, കരയാതിരിക്കുക, ഏന്തണ് കിടന്ന് അല്ലെ ശ്വാസം കിട്ടാണ്ടായിരുന്നൂല്. അങ്ങനെ ഏന്തണ്ട. ഞാൻ എന്തിപ്പോ എന്താണ് പഠിച്ചോ, എനിക്ക് പേടിയുണ്ട്. പക്ഷെ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുണ്ട്. ടൈം എടുത്താണ് ചെയ്യുന്നത്. ആ ചേച്ചി ഇറങ്ങണം കേട്ടാ. ആ ചേച്ചി എന്താന്ന് വെച്ചാലും കുറെ നേരമായിട്ട് പറഞ്ഞിട്ട് ഇറങ്ങണ. ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഇറങ്ങി, ചേച്ചി കുഴപ്പമില്ല, ചേച്ചി ഇറങ്ങി, എന്നാലും ചേട്ടനെ എടുക്കാൻ പറ്റൂ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചേച്ചിനെ പറഞ്ഞിറക്കി. ചേച്ചിക്കൊന്നും പറ്റില്ല. ചേച്ചി പുള്ളിക്കാരി ബാക്കിൽ ഇരിക്കുകയായിരുന്നു. പക്ഷെ കൊച്ചിനും ചേച്ചിക്കൊന്നും പറ്റില്ല. പുള്ളിക്കാരൻ മേറ്റേ കൂടി വീണ്. അത് കണ്ടപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് നമുക്ക് ഗൂസ് ബംസ് വരും, എന്തോ ഒരു ഫീല് തോന്നിക്കത്. എന്നിട്ട് ഞാൻ ചേച്ചി എടുത്ത് പറഞ്ഞ് ചേച്ചി പോയിട്ടാ. അപ്പത്തേക്കും ഫയർ ട്രക്കൊക്കെ വന്നു. അപ്പത്തേക്കും മറ്റേ പോലീസുകാർ എന്നിട്ടാണ് എൻ്റെ പേര്, ആ മെഷീനില്ലേ, കട്ടിങ് മെഷീൻ, അതുകൊണ്ട് കട്ട് ചെയ്തോണ്ടിരിക്കുന്നു. കട്ട് ചെയ്തോണ്ടിരുന്നു. അപ്പൊ തന്നെ ഇവന്മാര് ഇവിടെ നിന്ന് കട്ട് ചെയ്തപ്പോ ബ്രാഞ്ച് പൊങ്ങി, മനസ്സിലായ? അപ്പൊ ആ ഇടം നോക്കി ഞാൻ പുള്ളിക്കാരനെ എടുത്തിങ്ങനെ ഈ സ്കൂട്ടറിന്റെ ഉള്ളിലേക്ക് ഇരിക്കാനുള്ള. അപ്പൊ പുള്ളിക്ക് ഇറങ്ങാൻ പറ്റൂല, പുള്ളിയുടെ റിബ്സ് മൊത്തം ഒടിഞ്ഞിരിക്കുന്നു. ഞാൻ ഇങ്ങനെ എടുത്തപ്പോ ഈ റിബ്സ് മൊത്തം എന്റെ മേത്തേക്ക് ഇങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ കുത്തിക്കുള്ളൂ. എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ ആ ടൈമിൽ എനിക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞു. ഞാൻ സത്യം പറയാം, ഇപ്പോഴും ഞാൻ പറയണ്, എവിടെ നിന്ന് ധൈര്യം കിട്ടിയതെന്ന് ചോദിക്കരുത്. ധൈര്യമല്ല, എന്തോ ഒരു ഇതാണ് നമുക്ക് ഉള്ളിൽ നിന്ന് തോന്നൂല, നമുക്ക് ചെയ്യണമെന്ന് തോന്നൂല. അങ്ങനെ തോന്നിയിട്ട് ഞാനത് പുള്ളീനെ വട്ടം പിടിച്ചെടുത്തപ്പോഴേക്കും എനിക്ക് റിബ് ഒടിഞ്ഞിറങ്ങണ മനസ്സിലായി. അപ്പോഴത്തേക്ക് ആംബുലൻസ് സംഭവങ്ങളൊക്കെ വന്ന് അതായത് പോലീസുകാർ ഞാൻ പൊക്കി എടുത്തപ്പോഴത്തേക്കും പോലീസുകാർ വന്ന് അവർ വന്നിട്ട് എടുത്തു കൊണ്ടുപോയി. അങ്ങനെ ഒരു ആക്സിഡന്റ് നടന്നത്. എനിക്കത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കണം. ആ മരം വീണതും ആ ചേട്ടൻ്റെ മേത്ത് കിടക്കണതും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ടൈമില് ഞങ്ങൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങനെ ആലോചിച്ചു, ഒപ്പം പോവായിരുന്നോ എന്ന് ആലോചിച്ചു. അപ്പോഴത്തേക്കും വേറെ ആൾക്കാരെ കയറിപ്പോയി, ഓട്ടോയിൽ കയറ്റിയിട്ട് പുള്ളിക്കാരൻ കയറിപ്പോയി കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഓപ്പൺ അസംബ്ലി വെച്ചു. ഓപ്പൺ അസംബ്ലിക്ക് എൻ്റെ അടുത്ത് സാറൊന്ന് പറഞ്ഞു, ഇമ്രാനെ ഇന്ന് വന്നോട്ടാ, ഒരു കാര്യം പറയാനുണ്ട്. കാര്യം പറഞ്ഞോളാറുണ്ട്. അപ്പോഴത്തേക്കും ഞാനും ആരോഗ്യം സച്ചിനും നിൽക്കണം. അപ്പൊ ഇവന്മാരുണ്ടാ, ഇവന്മാര് ചെയ്യാനൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ ചേട്ടനെ എടുക്കാനായാലും എല്ലാത്തിനും ഇവന്മാരുണ്ട്. ചേച്ചീനെ എടുത്ത് മാറ്റാനും കൊച്ചിനെ എടുത്ത് മാറ്റാനും എല്ലാത്തിനും ഇവന്മാരുണ്ട്. ഞാൻ മാത്രമായിട്ടല്ല, ഞങ്ങൾ 3 പേര് നിന്നിട്ട് പണിയെടുക്കാം. അപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്കും ഇത് കഴിഞ്ഞ് സാറ് വിളിച്ച് ഞങ്ങൾ 3 പേര് നിന്നിട്ട് പറഞ്ഞ്, നിങ്ങൾ ഇത് കാണിച്ചതിന് ടീച്ചർമാരിലേക്ക് ഇതാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അസംബ്ലിയുടെ മുമ്പിൽ വെച്ചൊരു പ്രോത്സാഹനം പോലെ ഇതാക്കണമെന്ന് പറഞ്ഞ് സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവര് ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ 3 പേരെ നിർത്തി. ഞങ്ങൾ ഓപ്പൺ അസംബ്ലിയിൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5, 6, 7, 8, 9, 10 മൊത്തം പിള്ളേര് ആ പറമ്പ് ആ ഇത് നിറഞ്ഞിരിക്കണ്. അവിടെ വെച്ചിട്ട് ഞങ്ങൾ 3 പേര് ഫ്രണ്ടിലേക്കുമ്പോ ടീച്ചർ പറയാം, ഞങ്ങളെ HM പറയണത്, നമ്മുടെ സ്കൂളിൻ്റെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, നമ്മുടെ സ്കൂളിൻ്റെ സൈഡിലേക്ക് ഒരു ആക്സിഡൻറ്റ് നടന്നിരുന്നു. ആ ആക്സിഡൻറ്റിൽ കൊച്ചി മരിച്ചുപോയി എന്ന് പറഞ്ഞു. കൊച്ചിനെന്തോ പാനിക് അറ്റാക്കോ അങ്ങനെ എന്തോ വന്നിത് പെട്ടെന്ന് ഒരു എടുത്ത് കുഞ്ഞു കൊച്ചാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു അബൌട്ട് 5 years അതൊക്കെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അത്ര വയസ്സുള്ള കൊച്ചൊക്കെയാണ്. അപ്പൊ പെട്ടെന്ന് പുള്ളിക്കാരൻ ഇത് പറ്റാണ്ട് ഞാൻ വിചാരിച്ചു കൊച്ചൊന്നും കുഴപ്പമുണ്ടാവില്ല, ചേട്ടൻ മരിച്ചു എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ചേട്ടൻ ഇതായി അടയ്ക്ക് കീപ്പോട്ട് ഇതായി പാരലൈസ്ഡ് ആയി. പുള്ളിക്കാരൻ പിന്നെ ഇറങ്ങാൻ പറ്റൂല. ചേച്ചിയാണെങ്കിൽ മറ്റേ ഇതാവൂലേ, നമ്മളെ മൈൻഡ് പോവില്ലേ, എന്നിട്ട് അതിന് പറയപ്പ മെന്റല് അങ്ങോട്ട് സ്റ്റേബിൾ അല്ലാണ്ടായി. പുള്ളിക്കാരുടെ കൊച്ചും പോയി, പിന്നെ ഭർത്താവ് ഇങ്ങനെയായി, പുള്ളിക്കാരിക്ക് പിന്നെ അങ്ങോട്ട് ഇതായി. അപ്പൊ അങ്ങനെ ടീച്ചർ പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങളായി പറഞ്ഞു. എന്നിട്ട് ടീച്ചർ പറഞ്ഞു അവര് ആ ടൈമില് സഹായിക്കാനായിട്ട് ധീരത കാണിച്ച നമ്മുടെ പിള്ളേര് സച്ചിൻ, ആരോമില്, ഇമ്രാൻ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആ ടൈമിൽ കിട്ടിയ ഒരു അതെന്താ എങ്ങനെ എനിക്ക് ഇതാക്കണമെന്ന് പറഞ്ഞൂടാ. ആ ടൈമില് ഞാൻ എപ്പോഴും പറയും, അത് എനിക്ക് ഇതിലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് വെച്ചാൽ
ഇത്രയും ഒരു ക്രൗഡിന്റെ മുമ്പിൽ നമ്മുടെ പേര് പറഞ്ഞ് നമ്മളെ ഹൈപ്പാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാര്യം തന്നെ. ഒറ്റത്തവണ നിങ്ങളൊന്ന് ആയി നോക്കുക. എന്നുവെച്ചാൽ എന്തെങ്കിലും ഒരു ഒറ്റത്തവണ അത്ര ഒരു എന്താ പറയുക, ഒരു ക്രൗഡിന്റെ മുമ്പിൽ നമ്മൾ വെച്ച് ഇത് പറയുമ്പോൾ നമുക്കൊരു ഇത് വരുമല്ലോ. എനിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്നൂടാ. സാധനം മോനെ വിഷയമാണ്. ഞാൻ പറയേണ്ട എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നു. ഞാൻ എല്ലാ എക്സ്പീരിയൻസ് ആയിട്ട് അനുഭവം ഞാൻ പറയുന്നു. അനുഭവം ഗുരു എന്നാണല്ലോ. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നു ഏറ്റവും നല്ല ഒരു ഫീലിംഗ് ആണ് അത് പിന്നെ എനിക്ക് കിട്ടിയിട്ടില്ല. സത്യം അത് കിട്ടണമെന്നുണ്ട് എനിക്ക് ഇനിയും. പക്ഷെ അത് കിട്ടിയിട്ടില്ല. കിട്ടാതെ അറിയാല ഇത്രയൊക്കെ അത് തന്നെ കാര്യം തന്നെ. എന്നിട്ട് ഞങ്ങൾ വിളിച്ച് സാധനമൊക്കെ തന്ന് അത് കഴിഞ്ഞ് ഞാൻ ക്ലാസ്സിൽ പോയിരുന്ന് പിന്നെ എന്നെ ചർച്ച. അയ്യോ എനിക്ക് വയ്യ. ഇമ്രാൻ എന്റെ പോയിട്ടോ ഞാൻ നമ്മ പോയിരിക്കുമ്പോ എന്നിട്ട് സാധാ പോയിട്ടിരിക്കണോണ്ട് ഇമ്രാനെ പൊളിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞ് ചിക്കൂട്ടായ തമാശക്ക് പറയണത്. പക്ഷെ നമ്മ ഹൈപ്പാവൂല അതറിയാല. പ്രത്യേകിച്ച് ഞാൻ സെൽഫിലോട്ട് അഗേറ്റ സാധനം വിളിയേ ഇപ്പാട്ടാ തന്നുണ്ടായില്ല. പക്ഷെ അത്യാവശ്യം ഉണ്ടായി. അങ്ങനെ അന്ന് ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് എൻ്റെ ലൈഫിൽ തന്നെ എനിക്കിനും മാറ്റി വരച്ചൊന്നും പറയാനില്ല. പക്ഷെ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര എക്സ്പീരിയൻസ് ആണത്. എന്തായാലും എനിക്ക് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കണം. ലൈക്ക് ഇതേപോലത്തെ കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ലൈക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നിങ്ങളും ചെയ്യുക. അല്ലാണ്ട് മാറി കിട്ടുന്ന കാര്യമില്ല. ഇപ്പൊ തന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്തിട്ടാണ് ഐ ഡോണ്ട് ഗിവ് എ ഫക്ക് അബൌട്ട് പീപ്പിൾ എന്നുള്ള രീതിയിൽ ഞാൻ തുടങ്ങിയത്. മനസ്സിലായോ? ഞാൻ അത്രോ നാളും ആൾക്കാർ വിചാരിക്കും, ആൾക്കാരെന്താന്ന് വെച്ചാൽ വിചാരിച്ചോട്ടെ, മോട്ടിവേഷൻ സ്പീച്ച് അല്ലേ ഞാൻ പറയുന്നത്. ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞണ്ട. അല്ല, നിങ്ങൾ ചെയ്യണ്ടെന്ന് ഞാൻ പറയണല്ലോ. പക്ഷെ ഇങ്ങനെ ഒരു രീതി. പക്ഷെ ആ ക്രൗഡിന്റെ മുമ്പിൽ വിഷയമാണ് മോനെ, വിഷയം. ഞാനിപ്പോ ഇവിടെ അതിന് വേണ്ടി ഇടിച്ച് കൂട്ടിയത് എനിക്ക് അത്രയ്ക്ക് ഹാപ്പിനെസ് ആണ്. സത്യം ഞാനത് പറഞ്ഞാൽ ഞാൻ ഹാപ്പി ആവും. സത്യം ഞാനിപ്പോ എന്റെ കുറെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ. എനിക്ക് എന്താണെന്നോ അത് പറയുമ്പോ അതിൽ നിന്നൊരു ഹാപ്പിനെസ് എനിക്ക് കിട്ടുന്നുണ്ട്. അത് കേട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ഹാപ്പിനെസ് കിട്ടുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് കാരണം തന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ ഈ ചാനലിൽ സാധനം ഇടുന്നത് തന്നെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇന്നത്തേക്ക് ഈ ഒരു കഥ. ഇനി നാളത്തേക്ക് ഞാൻ നാളെ അല്ല, അടുത്ത ദിവസം വേറെ ഇടാൻ. അത് സസ്പെൻസ് ആയിക്കോട്ടെ. എൻ്റെ 2ാം ജന്മം അങ്ങനെ വിചാരിച്ചു. 2ാം ജന്മം ഒന്നുമല്ല. എന്നാലും ഞാനപ്പോ അടുത്ത തവണ അത് പറയാം. അത് ഒരു കുറച്ച് വിഷയം സാധനം ഞാനിവിടെ ഇരിക്കൂല, അങ്ങനത്തെ ടൈപ്പ് സാധനം. അപ്പൊ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ പറയണം കേട്ടോ. അതിപ്പോഴേ പറഞ്ഞേക്കാം. അതിപ്പോ ആരായാലും, ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ആയാലോ എല്ലാവരും പുതിയ ആൾക്കാരെ കാണുന്നവർക്ക് എനിക്കറിയില്ല. കാണണമെങ്കിൽ എക്സ്പീരിയൻസ് അല്ല, ലൈക്ക് അത് നിങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള അഭിപ്രായം ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഷെയർ ചെയ്യാം. ഞാൻ വേണമെങ്കിൽ അത് പറയാം. അങ്ങനെ ശരിയാണ്. കാണാം. നമസ്കാരം.